ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ദോശയുടെയും തക്കാളി ചട്നിയുടെയും റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വാളം ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുക, ഒരു വാളം കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായി കഴുകിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളതിലേക്ക് ഒരു കപ്പോളം അവലിട്ട് കൊടുക്കുക. അത് എന്നിട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കുക കേട്ടോ. അത് എന്നിട്ട് അവിടെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരവിയെടുക്കുക കേട്ടോ. ഇനി അത് ഒരു 6 മണിക്കൂറിന് ശേഷം കുതിർന്നതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറെടുത്ത് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നാളികേരം ഇട്ട് കൊടുക്കുക, പിന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ കുറച്ച് മുരിങ്ങയില, കുറച്ച് കറിവേപ്പില ഇവയെല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു തവി ചോറിട്ട് കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും ചോറിട്ട് കൊടുത്താൽ. പിന്നെ നമ്മൾ ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഒരു പ്രാവശ്യം കൂടി അരയ്ക്കാനുള്ളതുണ്ടായിരുന്നു, അതും കൂടി അയച്ചു കൊടുത്തു. എന്നിട്ടിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ തക്കാളി ചട്നിക്കുള്ള സാധനങ്ങൾ അതൊക്കെ നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു തക്കാളി തൊലി കളഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും അങ്ങനെ തൊലി പീലിത് കളയാറുണ്ട്. പിന്നെ ഒരു സവോള എടുക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ വേണ്ടതിന്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കുക. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കുക കേട്ടോ. ഇതെല്ലാം നന്നായി തൊലി കളഞ്ഞെടുത്ത് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനിയൊരു പാൻ വെച്ചിട്ട് ആ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ തക്കാളിയും സവോളയും എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വാട്ടുക കേട്ടോ. നന്നായി വാടണം. പിന്നെ നമ്മുടെ ദോശ നമുക്ക് ചൂടാം കേട്ടോ. അതിനായിട്ട് ദോശക്കല്ല് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നന്നായി എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദോശമാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മുടെ പായ വന്നിട്ടുണ്ട്, അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ ചൂടാറി കഴിയുമ്പോൾ തക്കാളിയൊക്കെ ചൂടാറി കഴിയുമ്പോൾ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരയണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ദോശയും തക്കാളി ചട്നിയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയും ചായ കൂടിയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.